വെൽക്കം ടു ബിനൂസ് ഹിന്ദി ലേണിംഗ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് സെന്റൻസുകൾ കൊണ്ടുവന്നിരിക്കുന്നത് ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻസ് നമുക്ക് കുറച്ച് എന്താ പറയുക, ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചോദിക്കുന്നത് എന്നുള്ള സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, തുടങ്ങാം. ആദ്യം തന്നെ എന്താ ആ കൈസേ ഹോ, ആ കൈസേ ഹോ എന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കൾക്ക് സുഖമാണോ എന്നാണ്. താങ്കൾ എങ്ങനെ ഇരിക്കുന്നു? ഹാ മേ ടീക്കോ, മേ ടീക്കോ അല്ലേ, എനിക്ക് സുഖമാണ്. ശരി, ഇത് നമ്മൾ പല ക്ലാസ്സിലും പറഞ്ഞിട്ടുള്ളതാണ്, എല്ലാവർക്കും അറിയാം അല്ലേ. ശരി, അതുപോലെ തന്നെ ആപ് കഹാ സേ ഹോ, ആപ് കഹാ സേ ഹോ, മേ കേരൾ സേ ഹോ, മേ കേരൾ സേ ഹോ. അത് എവിടെ നിന്നാണ് നിങ്ങളെന്ന് വെച്ചാൽ അത് പറയാം കേട്ടോ. ശരി, അതുപോലെ തന്നെ പിന്നെ നമുക്ക് ചോദിക്കുന്നത് ക്യാ ഹുവാ, എന്തെങ്കിലും ആരെങ്കിലും ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നതാണ് നമ്മൾ ചോദിക്കുക എന്ത് പറ്റി, ക്യാ ഹുവാ എന്ത് പറ്റി. അപ്പോൾ നോർമലി എല്ലാവരും ഒന്നുമില്ലാതെ പറയുള്ളൂ അല്ലേ. കുച്ചിനഹി, കുച്ചിനഹി ഇങ്ങനെയാ പറയാം കേട്ടോ. ശരി, ഇനി എന്താ, ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും വസ്തു, ഒരു ഫോണോ ആരുടെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കാണ് ഒരാളുടെ ചെന്ന്, ഇത് താങ്കളുടെയാണോ? ക്യാ യേ ആപ്കാ ഹേ, ഇത് താങ്കളുടെയാണോ? ക്യാ യേ ആപ്കാ ഹേ. അപ്പോൾ എന്താ പറയാ, എൻ്റെ ആണെങ്കിൽ ഹാ യേ മേരാ ഹേ, എൻ്റെ അല്ലെങ്കിൽ നെയ് യേ മേരാ നെയ് ഹേ അല്ലേ. ഓക്കെ, ഇനി ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിക്കാം, നമുക്കത് മനസ്സിലായില്ല. അപ്പോൾ നമ്മൾ തിരിച്ച് ചോദിക്കുകയാണ്, നീ എന്താ പറഞ്ഞേ എന്ന് ചോദിക്കില്ലേ. അല്ലെങ്കിൽ താങ്കൾ എന്താ പറഞ്ഞേ, ക്യാ കഹാ തുമ്നെ, ക്യാ കഹാ തുമ്നെ, ക്യാ കഹാ അപ്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കൾ എന്താണ് പറഞ്ഞത്, മനസ്സിലായോ. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞെന്നുള്ള കാര്യം ആ സമയത്ത് പലരും പലതായിരിക്കുമല്ലോ പറയുന്നത്, അത് ആൻസർ ചെയ്യേണ്ടി വരും കേട്ടോ. ശരി, ഇനി എന്താണ്, ഇനിയിപ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ആരുടെയും ചെയ്യാനായിട്ട് നീ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ വ്യക്തിനെ പിന്നീട് കാണുമ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ഫോണിൽ കൂടെ എങ്ങനെയോ നമ്മൾ ചോദിക്കുകയാണ്, നീ ട്രൈ ചെയ്തിരുന്നോ? എങ്ങനെയാ ചോദിക്കാം, ട്രൈ ചെയ്തിരുന്നോ? ഹാ ക്യാ തുമ്നെ കോശിഷ് കിയാ താ, അല്ലെങ്കിൽ ക്യാ തുമ്നെ കോശിഷ് കി എന്ന് ചോദിക്കാം കേട്ടോ. ശരി, അപ്പോൾ ആൾ പറയണ ഹാ മേനെ കോശിഷ് കിയാ താ, മേനെ കോശിഷ് കി. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ശ്രമിച്ചിരുന്നു, അതാണ്. ഇനിയൊരു ക്വസ്റ്റ്യൻ, നീ എപ്പോൾ ഫ്രീ ആകും? താങ്കൾ എപ്പോൾ ഫ്രീ ആകും? ആപ് കബ് ഫ്രീ ഹോ ജാവോഗെ, ആപ് കബ് ഫ്രീ ഹോ ജാവോഗെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താങ്കൾ എപ്പോൾ ഫ്രീ ആകും. അപ്പം എന്താ ആൻസർ ചെയ്യാം? ഹാ മേ 5 ബജെ, ഷാം കോ 5 ബജെ, കബി ബി സോറി, എപ്പോഴെങ്കിലും നിങ്ങളുടെ ടൈം എങ്ങനെയാണ് അതനുസരിച്ച്. മേ ഷ്യാം കോ 5 ബജെ ഫ്രീ ഹോ ജാവൂങ്ക, ഫ്രീ ഹോ ജാവൂങ്കി, മനസ്സിലായോ? മേ ഷ്യാം കോ 5 ബജെ ഫ്രീ ഹോ ജാവൂങ്ക. ഓക്കെ, ശരി. ഇനി അപ്പോൾ നമ്മൾ ചോദിക്കണേ ക്യാ തും ആ സക്തേ ഹോ, ക്യാ ആപ് ആ സക്തേ ഹോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരാൻ കഴിയുമോ എന്നുള്ളതാണ് കേട്ടോ. ഹാ ആ സക്താ ഹോ, മേ ആ സക്താ ഹോ, എനിക്ക് വരാൻ കഴിയും, അതാണ്. ഓക്കെ, ഇനി ചോദിക്കുകയാണ് നീ എപ്പോൾ വരും. ഇത് വേറൊരു ടോപ്പ്, നീ എപ്പോൾ വരും എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഹാ ആപ് കബ് ആവോगे, കബ് ആവോगे. ആൻസർ മേ കൽ ആവൂങ്ക, മേ കൽ ആവൂങ്കി. ഓക്കെ, നീ എപ്പോൾ വരും? ആ കബ് ആവോगे, ഞാൻ നാളെ വരും. ഓക്കെ, ശരി. ഇനി നമ്മൾ ഒരാൾ കാണുമ്പോൾ ചോദിക്കാം കേട്ടോ, ക്യാ ചൽ രഹാ ഹൈ, വാട്ട്സ് ഗോയിങ് ഓൺ, ക്യാ ചൽ രഹാ ഹൈ നമ്മൾ ചോദിക്കില്ലേ. എങ്ങനെയുണ്ടെന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ എന്താ പറയുന്നത്? സബ് ടീക് ചൽ രഹാ ഹൈ, സബ് ടീക് ചൽ രഹാ ഹൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നന്നായി പോകുന്നു, എല്ലാം നന്നായി നടക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. ഓക്കെ, ക്യാ ചൽ രഹാ ഹൈ, സബ് ടീക് ചൽ രഹാ ഹൈ. ഓക്കെ, ശരി. ഇനിയിപ്പോൾ നമ്മൾ എന്താ പറയുന്നത്, ഒരു വ്യക്തി, ആ വ്യക്തി എന്താണ് ചെയ്യുന്നത് എന്ന് നമ്മൾ ചോദിക്കുകയാണ്. അതിനെങ്ങനെ ചോദിക്കുക? ആ ക്യാ കർത്തേ ഹെ എന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കൾ എന്ത് ചെയ്യുന്നു. ആ ക്യാ കർത്തേ ഹെ. അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ മേ ടീച്ചർ ഹൂ, അല്ലെങ്കിൽ മേ പഠിത്താ ഹൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പഠിക്കുകയാണ്, ഐ എം എ സ്റ്റുഡൻറ്റ്. ഓക്കെ, അതുപോലെ തന്നെ പറയാണ് മേ ഏക് കമ്പനി മേ കാം കർത്താ ഹൂ, മേ ഏക് കമ്പനി മേ കാം കർത്താ ഹൂ. അപ്പോൾ നമ്മൾ എന്താണ് ജോലി ചെയ്യുന്നത് അത് പറയാം. ഓക്കെ, ഞാനൊരു കമ്പനിയിൽ ജോലി ചെയ്യുകയാണ്, അതാണ്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടിനെ നമ്മൾ കാണുമ്പോൾ ആൾക്ക് സുഖമില്ലാത്ത രീതിയിൽ കാണുന്നു. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് നിനക്ക് എന്താ അസുഖമാണോ എന്ന് ചോദിക്കില്ലേ. അതെങ്ങനെയാ? ക്യാ ആപ് ബിമാർ ഹേ, ക്യാ ആപ് ബിമാർ ഹേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസുഖം. ഓക്കെ, അപ്പോൾ എന്താ പറയാ? ഹാ മുझे ബുഖാർ ഹേ, എനിക്ക് പനിയാണ്, മുझे ബുഖാർ ഹേ.
നമ്മളൊരു ക്ലാസ്സിൽ ഇട്ടിട്ടുണ്ട് കുറേ അസുഖങ്ങളുടെ പേരുകളൊക്കെ കേട്ടോ. അപ്പോൾ ഏതാണ് അസുഖം അതവിടെ ഫില്ല് ചെയ്യുക, അത്രേ ഉള്ളൂ. അതല്ലെങ്കിൽ എന്താ, നെഹി മേ ടീക്കൂ, ഇല്ല ഒന്നുമില്ല, മേ ടീക്കൂ, ഞാൻ നോർമലാണ്, അതാണ്. അങ്ങനെയുള്ളവർക്ക് അങ്ങനെ റിപ്ലൈ കൊടുക്കാം. ഓക്കെ, ശരി. ഇനിയിപ്പോൾ നമ്മൾ ഒരാളോട് ആളുടെ വയസ്സ് ചോദിക്കുകയാണ്. അതെങ്ങനെ ചോദിക്കുക? ഹൗ ഓൾഡ് ആർ യു? അതെങ്ങനെ ചോദിക്കുക? ആപ് കിതനെ സാൽ കെ ഹോ, ആപ് കിതനെ സാൽ കെ ഹോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ ഓൾഡ് ആർ യു, താങ്കൾക്ക് എത്ര വയസ്സായി? മേം 20 साल की हूँ, 30 साल की हूँ, അല്ലെങ്കിൽ മേം 20 साल का हूँ, 30 साल का हूँ. അത് നമ്മൾ ആ നമ്പർ പഠിക്കണം കേട്ടോ. അല്ലെങ്കിൽ 30 साल का हूँ അങ്ങനെ പറഞ്ഞാലും മതി. ഓക്കെ, ഇനിയിപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് വരിക അല്ലെങ്കിൽ ആരെങ്കിലും വരികയാണ്. അപ്പോൾ അവരുടെ കൂടെ നമ്മുടെ പരിചയമില്ലാത്ത ഒരു വ്യക്തി ഉണ്ടാവുമെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, എങ്ങനെ, ഇതാരാണ്? എങ്ങനെ ചോദിക്കുക? യേ കോനെ, യേ കോനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാരാണ്. വളരെ ഈസി അല്ലേ? അപ്പോൾ ആണെങ്കിൽ മറുപടി പറയുന്നത്, അത് ആളുടെ ഫ്രണ്ട് ആണെങ്കിൽ പറയും, യേ മേര ദോസ്തേ, എൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ സുഹൃത്താണ്. യേ മേര ദോസ്തേ. അതല്ല ഇനിയിപ്പോൾ പപ്പയാണോ മമ്മിയാണോ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്പ മമ്മ അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫില്ല് ചെയ്താൽ മതി കേട്ടോ. ശരി. ഇനി കുറേ നാൾ കാണാത്തൊരു വ്യക്തിനെ നമ്മൾ പെട്ടെന്ന് കണ്ടിട്ട് ചോദിക്കുകയാണ്. ആളെവിടെയും പോയിരിക്കുന്നതായിരിക്കാം, എങ്ങനെയായിക്കോട്ടെ. അപ്പോൾ നമ്മൾ ചോദിക്കണം, താങ്കൾ എപ്പോൾ വന്നു? എങ്ങനെ ചോദിക്കുക? ആപ് കബ് ആയേ, ആപ് കബ് എന്ന് പറഞ്ഞാൽ എപ്പോൾ, ആപ് കബ് ആയേ എന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കൾ എപ്പോൾ വന്നു. അപ്പോൾ ആൾ പറയണേ, മേം കല്ലായാത്ത, ഞാൻ ഇന്നലെ വന്നു. കല്ലായാത്ത, ഞാൻ ഇന്നലെ വന്നിരുന്നു. ഓക്കെ, മേം കല്ലായ, ഞാൻ ഇന്നലെ വന്നു. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, ക്യാ ആപ്കോ കുച്ച് മദത് ചാഹിയേ, ക്യാ ആപ്കോ കുച്ച് മദത് ചാഹിയേ എന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കൾക്ക് എന്തെങ്കിലും സഹായം വേണോ എന്ന് ചോദിക്കുകയാണ്. അപ്പം നോർമലി ഇപ്പം നമുക്ക് വേണ്ടാന്നാണെങ്കിൽ നമ്മൾ പറയാം, നോ താങ്ക്സ് എന്ന് പറയില്ലേ. ജി നെഹി, ജി നെഹി ധന്യവാദ്, ജി നെഹി ധന്യവാദ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോ താങ്ക്സ്, അതാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. ശരി. അത് വേണമെന്നുണ്ടെങ്കിൽ കൃപയ കൃപയ മദത് കരേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദയവായി ഒന്ന് സഹായിക്കൂ എന്നുള്ളതാണ് കേട്ടോ. കൃപയ മദത് കരേ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ക്ലാസ്. എല്ലാവരും വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുക. വളരെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ആണ്, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനിയും ഇതുപോലത്തെ ഒരുപാട് ക്ലാസ്സുകൾ ഉണ്ടാവും. പിന്നെന്താ, ഫോളോ ചെയ്യുന്നവർ നന്നായിട്ട് എന്താ പറയുക, റിവിഷൻസ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ സീരീസ് 1 മുതൽ നന്നായിട്ട് എന്താ പറയുക ഫോളോ ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എന്നും പറയുന്നത് പോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്തേക്കണം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ. ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടായിട്ടൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ നമ്മുടെ 60 ഡേയ്സ് സ്പോക്കൺ ഹിന്ദി ചലഞ്ചിൻ്റെ ഫസ്റ്റ് ക്ലാസ് മുതൽ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. ഞാനത് പ്ലേലിസ്റ്റിലാക്കി ഇട്ടിട്ടുണ്ട്, 60 ഡേയ്സ് സ്പോക്കൺ ഹിന്ദി ചലഞ്ച്. ഓക്കെ, ശരി.